എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഫോട്ടോ പ്രചരിപ്പിച്ചു. അതിൻ്റെ പിന്നിലും വി ഡി സതീശനാണ്. അത് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഞാനുമായി ഒരു ബന്ധവുമില്ലാത്ത സ്ഥാപനങ്ങളൊക്കെ എൻ്റെ പേരിൽ ചേർത്ത്, എന്നിട്ട് തെളിവുണ്ട് ഞങ്ങളുടെ കൈവശം. തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ച ഫോട്ടോ ഏതോ കമ്പനിയുടെ ആരോ ചേർന്നുകൊണ്ടുണ്ടാക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതാണ് ഫോട്ടോ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അതാണ് ചെയ്തത്. പിന്നെ എന്ത് ചെയ്തു? ഇവിടെ ഈ ജെ മോസസ് ജോസഫ് ഡിക്രൂസ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം, അദ്ദേഹം അത് മാത്രമല്ല, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഫിഷർമെൻ്റെ കോൺഗ്രസിൻ്റെ ഒരു അഖിലേന്ത്യാ നേതാവായിട്ട് കൂടി അറിയപ്പെടുന്നതാണ്. അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ചിത്രമുണ്ടാക്കിയത്. ആ ചിത്രം ഇതാണ്. ആ ചിത്രം എല്ലാവരും കാണേണ്ടതും ഈ വൃത്തികെട്ട വി ഡി സതീശൻ്റെ രാഷ്ട്രീയത്തെ എതിർക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം. ഇത് കൊടുത്തിരിക്കുന്ന യൂണിയൻ മിനിസ്റ്ററാണ്. ത്രിപുരയിലെ BJPയുടെ ഒരു MP, വനിതാ MP, അവർ യൂണിയൻ മിനിസ്റ്ററാണ്. അവരുടെ പ്രാതിമ ഭൗമിക് എന്ന BJPയുടെ MP, അവരും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, ഇവിടുത്തെ സ്ഥാനാർത്ഥി ഇരിക്കുന്നൊരു പടം. ആ പടം എടുത്തിട്ടാണ് ആ സ്ഥാനാർത്ഥിയുടെ പടം എടുത്തിട്ട് എൻ്റെ ഭാര്യയുടെ തല വെട്ടി, ഈ സ്ത്രീക്ക് പകരം എൻ്റെ ഭാര്യയുടെ തലവെട്ടി ഇവിടെ സ്ഥാപിച്ചു. എന്നിട്ടാണ് ഇത് നവമാധ്യമ രംഗത്ത് പ്രചരിപ്പിച്ചത്. അതാണ് വി ഡി സതീശൻ്റെ രാഷ്ട്രീയം. ഇത് രാജ്യത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഒരു ഫ്രോഡ് രാഷ്ട്രീയമാണ് വി ഡി സതീശൻ കൈകാര്യം ചെയ്യുന്നത്. അനധികൃതമായി പണമുണ്ടാക്കുക, അശ്ലീല വീഡിയോ നിർമ്മിക്കുക, തലവെട്ടി പ്രതിമയുണ്ടാക്കിയിട്ട് ആളുകളെ മുമ്പിൽ രാഷ്ട്രീയ പ്രവർത്തകരെ വ്യക്തിഹത്യ നടത്തുക, സ്ത്രീകളെ അവമാനിക്കുക, തെറിവിളിക്കുക, അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തെറിവിളിക്കുക, ഇതൊക്കെ ശീലമാക്കി നടക്കുന്ന ഒരാൾക്ക് എങ്ങനെ കോൺഗ്രസ് പാർട്ടി ഇവിടുത്തെ പ്രതിപക്ഷ നേതാവാക്കി? എങ്ങനെ കോൺഗ്രസ് പാർട്ടി ഇത് അംഗീകരിക്കുന്നുണ്ടോ? കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തോടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ വൃത്തികെട്ട രാഷ്ട്രീയം. ഇതിൽ കോൺഗ്രസിന്റെ തിരുവനന്തപുരം DCC മെമ്പറാണ്. അതിൽ എല്ലാ വസ്തുതകളുമുണ്ട്. ഇന്നലെ ഇത് സംബന്ധിച്ച് എൻ്റെ ഭാര്യ പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വൃത്തികെട്ട രാഷ്ട്രീയത്തെ എതിർക്കാൻ എല്ലാ നല്ലവരായ മനുഷ്യരും, എനിക്ക് കോൺഗ്രസിൻ്റെ പിന്നിലുള്ള നല്ല മനുഷ്യരോടാണ് അഭ്യർത്ഥിക്കുന്നത്, ഈ വൃത്തികെട്ട രാഷ്ട്രീയത്തെയും നിലപാടിനെയും എതിർക്കാൻ നിങ്ങൾ കഴിയണം. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തും പറയാം, എന്തും വിളിച്ചു പറയാം, രാഷ്ട്രീയ എതിരാളികളെ എന്തു പറഞ്ഞു വ്യക്തിഹത്യ നടത്താം, ആക്ഷേപം നടത്തുക, മുഖ്യമന്ത്രിയെയും കുടുംബാംഗങ്ങളെയും ആക്ഷേപിക്കുക, എല്ലാവരെയും ആക്ഷേപിച്ച് കുടുംബാംഗങ്ങളെ ആക്ഷേപിച്ച് മാന്യനായി വെള്ളക്കുപ്പായവും വിട്ട് നടക്കുക, ഇതൊന്നുമല്ല മാന്യത എന്ന് വി ഡി സതീശൻ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ നയങ്ങളെ ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാണിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നപ്പോൾ നിങ്ങൾ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാൻ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ പറയണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചതും ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വ്യക്തമാക്കുന്നത്.